നമ്മുടെ ഇൻസ്ട്രക്ടറിന് വെയിറ്റ് ചെയ്യാണല്ലോ, കുറേ സമയമായി അയാൾ എത്തിയിട്ടില്ല. അപ്പം ഞാൻ ബോറടിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ സ്റ്റാൻഡ് ബൈ മോഡിലായിട്ടേക്കുന്നത്. ഓണായി കഴിഞ്ഞിട്ട് നമ്മുടെ റൺവേയിൽ കയറുമ്പോൾ ഇതിനെ ഓൾട്ടിലാക്കും. അപ്പോൾ നമ്മുടെ ATC കൺട്രോളറിന് നമ്മുടെ ഇൻഡിക്കേഷൻ കിട്ടും ഇങ്ങനൊരു എയർക്രാഫ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഓബിയസ്ലി ഇതിൻ്റെ അത് സ്കോക്ക് ചെയ്യണം. ഒരു 4 ലെറ്റർ കോഡ് തരും. ആ കോഡ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ATC കൺട്രോളിന് മനസ്സിലാവും നമ്മുടെ ലൊക്കേഷൻ എയർക്രാഫ്റ്റിന്. ഇത് നമ്മുടെ റേഡിയോ, നമ്മൾ സംസാരിക്കുന്ന സാധനം. ഇത് വോളിയം കൺട്രോളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഫ്രീക്വൻസി ഇവിടെയാണ് വരുന്നത്. നമ്മളിവിടെ ഞെക്കിക്കഴിയുമ്പം ഈ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഫ്രീക്വൻസി ഇങ്ങോട്ട് വരികയും ഇവിടെയുള്ള ഫ്രീക്വൻസി ഇങ്ങോട്ടാവുകയും ചെയ്യും. ഇതുള്ളത് നാവിഗേഷന് വേണ്ടിയുള്ളതാണ്. വേറൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാറിലെ ആക്സിലേറ്റർ മാതിരി ഇതാണ് നമ്മുടെ പ്ലെയിനിൻ്റെ ആക്സിലേറ്റർ. ത്രോട്ടിൽ കൺട്രോൾ എന്ന് പറയും. പിന്നെ കാറിലെ സ്റ്റിയറിംഗ് മാതിരി ഇത് പ്ലെയിനിൻ്റെ കൺട്രോൾ കോളം. ഓക്കെ, ഇതാണ് നമ്മുടെ എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ. ഇത് നമ്മളൊരു 65 ഒക്കെ ആകുമ്പോൾ നമ്മൾ വലിക്കുമ്പോൾ അത് ടേക്ക് ഓഫ് ആവും.